കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കലിംഗ സൂപ്പർ കപ്പിലെ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് റൗണ്ട് ഓഫ് 16 മാച്ച് എന്ന് പറയുന്നത് ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെതിരെയായിരുന്നു. ബട്ട് 2-0 എന്നുള്ള സ്കോറിന് കേരള ബ്ലാസ്റ്റേഴ്സ് റൗണ്ട് ഓഫ് 16 ഈസ്റ്റ് ബംഗാളിനെ പുറത്താക്കി കളഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ സ്പാനിഷ് കോച്ചായിട്ടുള്ള ഡേവിഡ് കറ്റാലയുടെ അണ്ടറിലെ ഫസ്റ്റ് മാച്ചാണ്. അദ്ദേഹത്തിന് ഈ ഒരു മാച്ച് കിക്ക് സ്റ്റാർട്ടോട് കൂടി തന്നെ ഈ ഒരു മാച്ച് ഡേവിഡ് കറ്റാല തുടക്കമിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസിലോട്ട് ജസ്റ്റ് ഒന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഭയങ്കര ഒരു അറ്റാക്കിംഗ് മോഡ് പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുത്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്, ഒന്ന് ഹീസസ് ഹിമിനസും പെനാൽറ്റിയിലൂടെ ഹീസസ് ഹിമിനസ് ഗോൾ സ്കോർ ചെയ്തു, ഒന്ന് നോവാ സത്തോയാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന നിമിഷം നോവാ സത്തോ വിൻ ചെയ്ത ഒരു പെനാൽറ്റി ഹീസസ് ഹിമിനസ് സ്കോർ ചെയ്തു. ഫസ്റ്റ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് റീടേക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം അത് കൺവേർട്ട് ചെയ്തെടുത്തു. ഹീസസ് ഹിമിനസിൽ നിന്ന് കുറേ ചാൻസ് കിട്ടിയിരുന്നു, ബട്ട് അതൊന്നും അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അവസാനം ഈ ഒരു പെനാൽറ്റിയിലാണ് അദ്ദേഹത്തിന് ഒരു ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് നോവാ സത്തോയുടെ ഭാഗത്തു നിന്നും ഒരു ബാങ്ങർ ഗോളായിരുന്നു. ഒരു ആ റൈറ്റ് വിങ്ങിലൂടെ കട്ട് ചെയ്ത് വന്നിട്ട് അദ്ദേഹം ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു കിഡിലം ലോങ് റേഞ്ച് ഷോട്ട് 64 മിനിറ്റിൽ 2-0 എന്നുള്ളൊരു സ്കോർ, ആ ഒരു കിഡിലം ഗോളോട് കൂടി തന്നെ 2-0 എന്നുള്ളൊരു സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തി. പിന്നെ വീണ്ടും നോവാ സത്തോക്ക് അവസാനം വെച്ചൊരു ചാൻസ് കിട്ടിയിരുന്നു, ബട്ട് അദ്ദേഹത്തിന് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഈ ഒരു മാച്ച് അവസാനിച്ചു. ഇനി നെക്സ്റ്റ് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വരാനുള്ളത് ATK മോഹൻ ബഗാനെതിരെയാണ്. ക്വാർട്ടർ ഫൈനലിൽ ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള ATK ആയിട്ടാണ് അവർക്ക് ഇനി കളി വരാനുള്ളത്. നമുക്ക് നോക്കാം ആ ഒരു മാച്ച് ഇനി വിജയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആ ഒരു സൂപ്പർ കപ്പ് എടുക്കുമോ എന്ന്. സോ താങ്ക് യു സോ മച്ച്.